നാമെല്ലാവരും പുതിയ രാജ്യമായി നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും ഒരുപോലെ ജീവിച്ചിരുന്നാലും വാങ്ങിപ്പോയാലും പുതിയ ഒരു ശരീരം ധരിച്ചുകൊണ്ട് വാതിലടച്ചിരിക്കെ കർത്താവ് വന്നതുപോലെ നമുക്കും വരുവാൻ തക്കവതുള്ള ശരീരത്തിലേക്ക് മാറും എന്നുള്ളതുകൊണ്ട് ഈ ശരീരം നാം കാത്തുസൂക്ഷിക്കണം. ഇത് കാത്തുസൂക്ഷിക്കണം. പരിശുദ്ധ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടും പരിശുദ്ധ വചനവും ഉൾക്കൊണ്ടുകൊണ്ടും പരിശുദ്ധാത്മാവിൽ പരിക്രമം ചെയ്യുമ്പോൾ ലോകത്തിൽ ഇടപെടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുമാറ്റത്തിൻ്റെ നിയമമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നോമ്പ് വിടുകയാണ്. പെരുമാറ്റത്തിൻ്റെ നിയമത്തിനപ്പുറത്ത് നമ്മുടെ ഈ ശരീരമോ മനസ്സോ ആത്മാവോ ഹൃദയമോ സഞ്ചരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കട്ടെ. മാമോദീസയിൽ ജനിച്ചു വീഴുമ്പോൾ സാത്താനോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് സുറിയാനി സഭയുടെ ഒരു പുത്രനോ പുത്രിയോ ജനിപ്പിക്കപ്പെടുമ്പോൾ തലതൊട്ടപ്പനെയും തലതൊട്ടമ്മയെ ഏൽപ്പിക്കുന്നത് അത് വിജയിപ്പിക്കാനാണ്. പ്രാർത്ഥിച്ച് സാത്താനോട് യുദ്ധം ചെയ്ത് മിശിഹായുടെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് ഒരുവൾ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവ പദ്ധതിയാണ് അവളിൽ വെളിപ്പെടേണ്ടത്. പഴയ നിയമ ഇസ്രായേൽ പറയും ഞങ്ങൾ ദൈവജനമാണ്. പുതിയ നിയമ ഇസ്രായേലിൽ പറയാനാകുമോ ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. മറ്റുള്ളവരെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ആ ദൈവജനം എന്നുള്ള ബോധ്യത്തിൽ ദൈവജനത്തിൻ്റെ ശത്രുവായ പാപം ചെയ്ത മലാഖമാരായ പിശാചുക്കളുടെ പ്രവർത്തനങ്ങൾ അത് ശക്തിപ്പെട്ടു വരുന്നതായി നാം മനസ്സിലാക്കുകയും